ഹലോ. പലപ്പോഴും സ്റ്റുഡൻസ് പറയുന്നൊരു കാര്യമുണ്ട്, മിസ്സേ പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ സമയം കിട്ടുന്നില്ല എന്ന്. ഈ സമയത്തെ പറ്റി ഒന്ന് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എല്ലാവർക്കും 24 മണിക്കൂറാണ്, പക്ഷെ പലപ്പോഴും നമ്മൾ ആരെങ്കിലുമൊക്കെ പറയാറുണ്ടല്ലേ, നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ പറയാറുണ്ട് സമയം കിട്ടുന്നില്ല എന്ന്. ഞാനും പറയാറുണ്ട്. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് നമുക്ക് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പോയാൽ നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരാളുമാണ്. പലപ്പോഴും പല ആളുകളും ഏജ് ലിമിറ്റൊക്കെ അടുത്തെത്തുമ്പോഴായിരിക്കും അയ്യോ ഞാൻ നേരത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ കയറാമായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പാസ്റ്റിനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല, ഫ്യൂച്ചറിനെ പറ്റി ഓവർ തിങ്ക് ചെയ്ത് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ കയ്യിലുള്ള സമയത്തെ എങ്ങനെ പ്രോപ്പറായിട്ട് പ്രയോജനപ്പെടുത്താമെന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് സമയത്തെ മാനേജ് ചെയ്യാനായിട്ടുള്ള ചില ടിപ്സ് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയാവുന്ന ടിപ്സ് ഞാനും ഷെയർ ചെയ്യാം, നിങ്ങൾക്കറിയുന്ന ടിപ്സ് നിങ്ങളും ഷെയർ ചെയ്യണം കേട്ടോ. ടിപ്പ് നമ്പർ 1, നമ്മൾക്ക് ചെയ്യാനുള്ള ടാസ്കിന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. അതായത് ടാസ്ക് നമ്പർ 1, 2, 3, 4 നമുക്ക് 3-4 കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ടാസ്ക് നമ്പർ 1 എന്ന രീതിയിൽ തന്നെ നമ്മൾ പഠനത്തിന് നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു കാര്യം ഓർത്താൽ മതി, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ എത്ര സമയമില്ലെങ്കിലും നമ്മളത് എങ്ങനെയെങ്കിലും ചെയ്തിരിക്കും. അതായത് നമുക്ക് സമയം എത്രയില്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തിയിരിക്കും, ഷുവറാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന് വെച്ചോ നമുക്കത് ചെയ്യണം. അവിടെയായിരിക്കും നമുക്ക് പലപ്പോഴും കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും ചെയ്യാനുണ്ട് ഇപ്പം ചെയ്യണോ, ഇങ്ങനെയുള്ള പല പല കൺഫ്യൂഷൻസ് നമുക്ക് വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ എനിക്കത് കറക്റ്റ് നല്ല മൂഡിലല്ല, ഞാൻ സ്വസ്ഥമായിട്ട് ചെയ്യാം എന്നൊക്കെ നമ്മൾ വിചാരിക്കണം. നമുക്ക് അതിനോടുള്ള ഇഷ്ടം കുറയുമ്പോഴാണ്. നമുക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കഷ്ടപ്പെട്ടും സമയം കണ്ടെത്തി അത് ചെയ്യും. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുക, അതാണ് എനിക്ക് ആദ്യം നിങ്ങൾക്ക് തരാനുള്ള ടിപ്പ് എന്ന് പറയുന്നത്. ടിപ്പ് നമ്പർ 1, അതായത് നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ട് നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഇത്രയും ഉണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഇത്രയും ഉണ്ടായിക്കോട്ടെ, ഞാൻ ഇന്ന് ഇത്രയേ പഠിക്കുന്നുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുക. കുറച്ച് പഠിച്ചാൽ മതി. ആ പഠിക്കുന്നത് വളരെ ഇഷ്ടത്തോടു കൂടി പഠിക്കുക. നമ്മൾ വൃത്തിയായിട്ട് ബുക്കൊക്കെ എടുത്ത് അതിനൊരു ഹെഡ്ലൈനൊക്കെ എഴുതി അണ്ടർലൈനൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് നമ്മൾ ടേബിളൊക്കെ വരച്ച് നല്ല ഇഷ്ടത്തോടു കൂടി പഠിക്കുക. ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മുടെ ഫുൾ ഇഷ്ടം ആ പഠനത്തിൽ മാത്രമായിരിക്കണം. അപ്പം നമ്മളുടെ ബാക്കി മൊബൈൽ ഫോൺസ്, ബാക്കിയുള്ള ഡിസ്റ്റർബൻസ്, വാട്സാപ്പ് മെസ്സേജസ്, അത് ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിനെ മാത്രം അങ്ങോട്ട് സ്നേഹിക്കുക. എന്ത് ടാസ്ക് ചെയ്യുമ്പോഴും, ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളുകളായിരിക്കാം, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കുക്ക് ചെയ്യാനാണെങ്കിലോ നമ്മൾ കുറച്ചുകൂടി സന്തോഷത്തോടു കൂടി ആയിരിക്കും ചെയ്യുന്നത്, അല്ലേ? ഇനി നമുക്ക് താല്പര്യമില്ലാതെയാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വലിയ ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് തോന്നും. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഇതാണ്, ഇഷ്ടപ്പെട്ട് ചെയ്യുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ചെയ്യണമല്ലോ എന്ന് കരുതി ചെയ്യാതെ അത് വളരെ സന്തോഷത്തോടു കൂടിയും ഇഷ്ടത്തോടു കൂടിയും ചെയ്യുക. അടുത്ത ടിപ്സ് നമ്മൾ വരും വീഡിയോസിൽ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ടിപ്സ് നിങ്ങളും കൂടി ഷെയർ ചെയ്യണം കേട്ടോ. നമ്മുടെ ടാസ്ക് ഇതാണ്, സമയത്തെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം. ഓക്കെ.